മലബാറിലും കനത്ത മഴയാണ്. കാസർഗോഡ് ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ടെന്നുള്ള സംശയം വന്നിട്ടുണ്ട്. തയ്യേനി ഭാഗത്ത് അതിശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും പ്രദേശത്ത് തുടങ്ങിയിട്ടുണ്ട്. വയനാട് തലപ്പുഴ കമ്പിപ്പാലം ഭാഗത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു. കോഴിക്കോട് ബാലുശ്ശേരി കുറുമ്പൊയിൽ വയലട റോഡിൽ തോരാട് വളവിൽ റോഡിന് സമീപം മണ്ണിടിഞ്ഞു. അനഘ ചേരുന്നുണ്ട് ഈ വാർത്തകളുടെ എല്ലാം വിശദാംശങ്ങളുമായി. അനഘ, മലബാർ മേഖലയിലും വ്യാപകമായ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനഘ? കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് അതിശക്തമായ മഴ തുടരുന്നത്. വെള്ളപ്പൊക്ക ഭീഷണി പലയിടങ്ങളിലുമുണ്ട്. ഈ ചെറുപുഴയും ചാലിപ്പുഴയും അതുപോലെ ചാലിയാറും ഒക്കെ കരകഴിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമുണ്ട്. പുഴയുടെ സമീപത്ത് താമസിക്കുന്ന ആളുകളോട് മാറി താമസിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെയൊക്കെ തന്നെ താമരശ്ശേരിക്ക് സമീപമുള്ള ഈങ്ങാപ്പുഴയിലെ പ്രധാന റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. തുടർന്ന് ഗതാഗതം മണിക്കൂറുകൾ സ്തംഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ്. മറ്റൊന്ന്, കോഴിക്കോട് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞ് വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകരാറിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി വയനാട്ടിലെ സാഹചര്യമെങ്കിൽ വയനാട്ടിലും രാവിലെ മുതൽ അതിശക്തമായ മഴ തുടരുകയാണ്. പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. വീടിനകത്തേക്ക് പോലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പ്രദേശത്തെ കൽപ്പറ്റ ഭാഗത്ത് ദുരിതാശ്വാസ ക്യാമ്പും വയനാട് തുറന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകളോട് മാറി താമസിക്കാൻ ജില്ലാ ഭരണകൂടം പറയുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ തന്നെ കൽപ്പറ്റയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നടപടികളൊക്കെ ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുകയാണ്. ഈ കാസർഗോഡ് ജില്ലയിലെ കയ്യലങ്ങി എന്ന് പറയുന്ന പ്രദേശത്ത് വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ട്. ഈ പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. മഴ ഇപ്പോഴും പ്രദേശത്ത് അതിശക്തമായി തന്നെ തുടരുകയാണ്. പക്ഷേ ജാഗ്രത മതി. അതായത് മറ്റാർക്കും നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടിയാണ് കാസർഗോഡ് നിന്ന് വരുന്ന വാർത്ത. എന്തായാലും കോഴിക്കോട് കിഴക്കൻ മേഖലകളിലൊക്കെ അതിശക്തമായ മഴ തുടരുന്നുണ്ട്. വയനാട് ജില്ലയിലും അതുപോലെ കാസർഗോഡും കോഴിക്കോടും ഒക്കെ രാവിലെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും ഉണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ 3 സ്ഥലങ്ങളിലുമുണ്ട്. പ്രജിത്ത്. ഓക്കെ, അനഘയാണ് മലബാറിൽ നിന്നുള്ള മുഴുവൻ വിശദാംശങ്ങളും ചേർത്ത് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയത്.